ഹായ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? എല്ലാവർക്കും സുഖമായിരിക്കണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരിക്കല്ലേ? ഉറങ്ങിയൊക്കെ എണീറ്റായിരിക്കില്ലേ? ഞാനൊന്ന് കിടന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാറായി. അപ്പോൾ ചായക്ക് ഉള്ള പരിപാടി ഉണ്ടാക്കിയിരിക്കുകയാണ്. വലിയ മോൻ സ്കൂളിൽ പോയിട്ട് വന്ന് അവന് പരീക്ഷയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വന്നു, ട്യൂഷനൊക്കെ പോയേക്കാണ്. അപ്പോൾ ചെറിയ ആൾ വരാറായി. അപ്പോഴേക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചായ അപ്പോൾ എന്താണ്, നിങ്ങൾക്കൊക്കെ സുഖമായിരിക്കുന്നില്ലേ? നല്ല ചൂട്. മഴ വെളുപ്പാങ്കാലത്തൊരു മഴ പെയ്തു. നിങ്ങൾക്ക് അവിടെയൊക്കെ മഴയൊക്കെ പെയ്തിരുന്നോ? മഴ പെയ്ത് ഇന്ന് നല്ല ചൂടുണ്ട്. ഇന്ന് മഴയും ഉണ്ടാവും. പിന്നെന്താണ്, ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാൻ ഒരു സോയാബീൻസ് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതിനെ ഒന്ന് പൊരിച്ചെടുത്ത് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോയാബീൻസ് വെച്ചിരിക്കുന്നു. സോയാബീൻസും പഴം പുഴുങ്ങിയതും കൂടെ വെച്ചേക്കുന്നത് ആവിയല്ലേ. അച്ഛൻ കഴിക്കില്ല സോയാബീൻസ്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അച്ഛന് പഴം പുഴുങ്ങിയത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സോയാബീൻസ് വറുക്കാനുള്ള സാധനങ്ങൾ: കടലമാവ്, കുറച്ച് മൈദ മാവ്, പിന്നെ ഉപ്പ്, ലേശം മുളക് പൊടി. എരിവൊക്കെ കുറച്ച് മതി, നല്ല ചൂടാണ് അതിൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുഴച്ച് കോളിഫ്ലവർ വഴറ്റി ഇതിട്ട് മാവിനകത്തിട്ട് മുക്കി പൊരിച്ചെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ എന്താണ്, എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? സുഖമായിരിക്കണോ? ചായയൊക്കെ കുടിക്കാമല്ലോ. വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാം, വായോ. പിന്നെ എല്ലാവരും ചൂട് കാരണം എല്ലാവരും മയങ്ങി പോകുന്ന കാലാവസ്ഥ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീഡിയോസുകൾ, ചെറിയ വീഡിയോസുകളൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ. ദിവസം എന്താ വിശേഷങ്ങളല്ലേ? കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പോകണം. എല്ലാവരും ചൂട് പിടിച്ചത് എങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പൂരങ്ങളും വേലകളും ഒക്കെ കാണാൻ ചൂടാണ്. അപ്പോൾ എല്ലാവരും വരിക. നമ്മൾ കുമ്മട്ടി മറക്കണ്ട. അപ്പോൾ എല്ലാവരും വരിക. നന്നായിട്ട് ഞാൻ കോളിഫ്ലവർ ഉണ്ടാക്കാനാണെങ്കിൽ മാവൊക്കെ കുഴയ്ക്കുകയാണ് കേട്ടോ. എന്നാൽ ചായ കുടിച്ച് ഇത് കഴിക്കാം. അറിയാവുന്ന രീതിക്കൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, അറിയാവുന്ന രീതിയാണ് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ചായ കുടിക്കാം, വായോ. കോളിഫ്ലവർ പൊരിച്ചത് കഴിക്കാം, വായോ. ബായ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.